നേരം വൈകിയില്ലേ? മീറ്റിങ്ങിന് പോണെന്ന് പറഞ്ഞിട്ട്. അമ്മുവിന്റെ കാര്യം നീ വേണുനോട് പറഞ്ഞു അല്ലേ? പറയാതിരിക്കാൻ കഴിഞ്ഞില്ല നന്ദേട്ടാ എനിക്ക്. എന്നിട്ട് വേണു കല്യാണത്തിന് തയ്യാറല്ലെന്ന് പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല. ആലോചിച്ച് സാവധാനം ഒരു തീരുമാനം എടുക്കട്ടെ. അമ്മുവിന്റെ കാര്യം നേരത്തെ കുട്ടി പറയണതല്ലേ എല്ലാവർക്കും നല്ലത്. ആർക്കും നല്ലത്? നിങ്ങൾക്കോ? ചെയ്തത് തെറ്റാണെന്ന് വെച്ചാൽ നന്ദേട്ടന് തോന്നുന്ന ഏത് ശിക്ഷ എനിക്ക് തരാം. ഒന്നുകിൽ തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം, അല്ലെങ്കിൽ എന്റെ ധർമ്മസങ്കടം ആരും എന്താ മനസ്സിലാക്കാത്ത? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാശ് ചോദിച്ചു വന്നാൽ ഞാൻ എവിടെ നിർത്ത തരാനാ? അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അമ്മയുടെ തല്ലു വാങ്ങണ ഞാനാ. കാശ് കൊണ്ടല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന ഓർഡർ. ആ, അവളൊക്കത് പറയാം. ഉണ്ടായിരുന്ന കാശൊക്കെ പിഴിഞ്ഞെടുത്തിട്ടല്ലേ അവള് പടിയിറങ്ങി പോയേ. ഇപ്പൊ പണ്ടത്തത്ര കളിയില്ല. ഒരു കളിക്ക് വിളിച്ചിട്ട് കാലത്രയായി. ഇതൊക്കെ അപ്പൊ അവനോട് പറഞ്ഞിട്ട് കാര്യം എന്താ ശേഖര? 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ പറഞ്ഞിട്ട് നേരത്തെ ഇങ്ങോട്ട് പോകുന്നു. എന്താ കുട്ടി ഒരു വല്ലായ്മ? സുഖമില്ലാന്നുണ്ടോ? ഏയ് ഒന്നുമില്ല. വിശേഷങ്ങളൊക്കെ അനിയനോട് പറഞ്ഞ് ഉറങ്ങാൻ നേരം ഉണ്ടായിട്ടുണ്ടാവില്ല. നന്ദം പോയതുകൊണ്ട് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു അമ്മു. ആ ഗൗരി, ദേ ശേഖരന്റെ കുട്ടിയാ. അണിയറയിലെ ദുഃഖം എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാ. ഉപേക്ഷിച്ചതാ. 2 മനസ്സുമായിട്ട് ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് പിരി തന്നെയാ. ഹായ്, എത്തിയോ മണവാട്ടി? അടിപൊളിയായിരുന്നോ യാത്രയൊക്കെ? ആ പിന്നെ ഈ നാത്തൂൻ എന്താ കൊണ്ടുവന്നിരിക്കണേ? മോൾക്ക് നല്ലൊരു സമ്മാനം വീട്ടിൽ പറഞ്ഞു വെച്ചിട്ട് എടുത്ത് വന്നിരിക്കണേ. ഇതെന്താ ഇത്? ഈ ചെലപ്പോ എങ്ങനെയാ മനുഷ്യന് മനസ്സിലാവാത്ത പോലെ സംസാരം. വാ. ആ ഗൗരിയടുത്തിമ്മ അറിഞ്ഞോ? ഇന്നലെ ഇവിടെ ഒരു കൈനോട്ടക്കാരി വന്നിരുന്നു. ഞാനും വെള്ളേച്ചിയും ഒക്കെ കൈ നോക്കിച്ചു. പിന്നൊരു കാര്യം അറിയോ? എന്റെയും വെള്ളേച്ചിനും കൈരേകളൊക്കെ ഒരുപോലാ. വെള്ളേച്ചിക്ക് സംഭവിക്കുന്ന ഒക്കെ എനിക്ക് സംഭവിക്കും. ഗൗരിയടുത്തമ്മേ, ആ പരമനെ പോലെ വേണു എന്നെ തല്ലുവോ? ഹേയ് ഇല്ല. ഞങ്ങള് കഴിഞ്ഞ ജന്മത്തിലേ ഒന്നായവരാണെന്നാ ആ കൈനോട്ടക്കാരി പറഞ്ഞത്. കഴിഞ്ഞ ജന്മത്തില് ഞങ്ങക്ക് കുട്ടികൾ എത്രയെന്നറിയോ? 7. 4 ആണും 3 പെണ്ണും. ഈ വീട് നിറയെ കുട്ടികൾ വേണം. ചാട്ടിയും പിടിച്ച് കരയും ചിരിച്ചു കളിച്ച് ബഹളം ഉണ്ടാക്കും ഒക്കെ ചെയ്യുന്ന കുട്ടികള്. എന്തേ നിന്നാളിഞ്ഞത്? ഏയ് ഒന്നുമില്ല. ആ വേറൊരു കൂട്ടുകൊണ്ട് കാണിക്കാൻ വാ. ആ ദേ നോക്കി. എങ്ങനെയുണ്ട്? ആൽബം നോക്കി വരച്ചതാ. ആ ഇല്ല, ഇത് എന്റെയാ. ഞാൻ ആർക്കും തരൂല. ഗൗരിയടുത്തമ്മേ, അറിഞ്ഞോ? എന്ത്? പരമൻ ഇന്നലെ വെളിച്ചപ്പാടിന്റെ കയ്യിൽ നിന്ന് പൊതിര് തല്ലു കിട്ടിയെന്ന്. അയാള് വാളെടുത്ത് വെട്ടാതിരുന്ന ഭാഗ്യം. എന്നിട്ട് ആശുപത്രിയില? ഏയ് വീട്ടിലുണ്ട്. തളർന്നു കിടക്കണു. അസലായിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെയും വേണം. ആ വെള്ളത്തിൽ എത്രയല്ല അയാൾ ഒടിച്ചിരിക്കണേ. ആ പോസ്റ്റ്മാൻ തന്നാ. നന്ദൻ എന്നും ഉണ്ടോ ഒരു കെട്ട് കത്ത്. എനിക്ക് ആരും കത്തെഴുതാനില്ല. ഗൗരിയടുത്തമ്മേ, വേണുവിനോട് എനിക്കൊരു കത്തെഴുതാൻ പറയോ? പറയാം. എന്ത് വിട്ടിട്ടാ കുട്ടിയെ കാണിക്കണേ? ഇങ്ങനെ നിരാശപ്പെടപ്പ എന്താ ഉണ്ടായി? എനിക്കറിയില്ല കുട്ടിമാമേ. വേണുവിന്റെ കത്ത് വന്നിട്ടുണ്ട്. അവൻ എന്താ എഴുതിയിരിക്കണേ? ഞാൻ വായിച്ചു നോക്കിയില്ല. എനിക്ക് പേടി അത് തുറക്കാൻ. നന്ദനെ കുറിച്ച് നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. ശുദ്ധ പാവാണവൻ. ഒരു അനിയത്തിപ്രാന്തൻ, അത്ര തന്നെ. വിഷമം വരുമ്പോ എന്തൊക്കെയോ പറയും. ചില നേരത്ത് നന്ദേട്ടന്റെ ഭാവം കണ്ട എനിക്ക് പേടിയാവാണ് കുട്ടിമാമേ. മോള് ധൈര്യമായിട്ടിരിക്കൂ. ഈശ്വരൻ നമ്മളെ കൈവിടില്ല. വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാതെ സമാധാനായിട്ടിരിക്കും. ഗൗതം, ഡൽഹിയിൽ നിന്നുള്ള ഫൈനാൻഷ്യൽ എക്സ്പെർട്സ് നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റ് എത്തുന്നു. അറേഞ്ച് ടു പിക്ക് ദം അപ്പ് ഫ്രം ദ എയർപോർട്ട്.
Tomorrow I'll meet them first thing in the morning. Yes, sir. നന്ദേട്ടാ, ഉം. വേണുവിന്റെ കത്തുണ്ട്. എന്താ വിശേഷം? ഞാൻ വായിച്ചില്ല. തുറക്കാൻ എനിക്ക് പേടിയാ. എന്തായാലും വായിക്കേ. വരാനുള്ളത് വഴി തങ്ങില്ല. നന്ദേട്ടാ, വേണുവിന് കല്യാണത്തിന് സമ്മതാണ്. ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് എഴുതാന്ന് വെച്ചിട്ടാണെന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പോഴത്തെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാണ്ട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നിനക്ക് വിഷമമെങ്കിൽ എന്നോട്. അരുത്. നന്ദേട്ടന്റെ ഭാര്യയാവാന്നുള്ളത് ഒരു ഭാഗ്യമായി കരുതുന്നവളാ ഞാൻ. ആ നന്ദേട്ടൻ ആരുടെ മുന്നിലും തലകുനിക്കുന്നത് താങ്ങാൻ എനിക്കാവില്ല. പക്ഷെ എന്റെ ഈ ജീവിതം അനിയൻ തന്ന ദാനായി പോയില്ല നന്ദേട്ട. അമ്മൂനെ നന്ദേട്ടൻ എത്ര വേണേലും സ്നേഹിച്ചോളും. എന്നെ വെറുക്കാൻ ഞാൻ മതി. നിന്നെ വെറുക്കാൻ എനിക്കാവില്ല ഗൗരി. അമ്മൂന്റെ കല്യാണം മുടങ്ങാൻ നീ കാരണമായി പോകുമെന്നായിരുന്നു എന്റെ ഭയം. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമാണെന്ന് കരുതി മറക്ക്. ഇനി അമ്മൂന്റെ കല്യാണം. താൻ ഇവിടെ വന്ന് നിൽക്കുക, അവരിറങ്ങാൻ വേണ്ടി തന്നെയും കാത്തു നിൽക്കുക. എന്താ അത് കൊച്ചു കുട്ടികളെ പോലെ? എന്നെ പിരിഞ്ഞ് നോക്കില്ലേ അവള്? അവള് കടൽ കടന്ന് പോകുന്നില്ലല്ലോ. ഏറിയ ഒരു 3 മണിക്കൂറിന്റെ ദൂരം അത്രല്ലേ ഉള്ളൂ. വരിക, അവര് യാത്ര അയക്കുക. വരിക. എനിക്ക് പേടിയാ വല്യമ്മ. എന്താ കുട്ടി ഇത്? എന്തിനാ പേടിക്കണത്? എന്നെ പറഞ്ഞേക്കാണ് നന്ദ. പോകാതെ പറ്റില്ലല്ലോ മോളെ. ഇനി നിന്റെ വീടതല്ലേ. അവിടെ നിന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ ആളുണ്ടായെന്ന് വരില്ല. കുട്ടികളൊക്കെ നിർത്തണം. വേണുവിന്റെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം നോക്കാൻ. എന്നോട് വഴക്കൂടുന്ന പോലെ അവനോട് വഴക്കൂടരുത്. എന്നെ നന്ദാന്ന് വിളിക്കുന്ന പോലെ അവനെ പേര് വിളിക്കരുത്. പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഏതായാലും മാസ്റ്റർക്കിനി സ്വസ്ഥായി. 2 കുട്ടികളും ഓരോ സ്ഥിതിയിലായില്ലോ. ഒക്കെ ഈശ്വരാധീനം. എല്ലാം അവിടെ പറയാന്നല്ലാണ്ട് എന്താ? അതെ, അറിഞ്ഞില്ലേട്ടോ. ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയാക്കി നടത്തും. 2 കല്യാണങ്ങളും ഒന്നിച്ച് നടത്തിയാ മതി എന്ന് പറഞ്ഞു നന്ദഗോപാലൻ. അപ്പോഴല്ലേ ജാതകത്തിന്റെ പ്രശ്നവും ജോലിയുടെ പ്രശ്നവും വന്നത്. ഒക്കെ പറഞ്ഞ് ശരിയാക്കിയില്ലേ ഞാൻ? ഇപ്പൊ കാര്യങ്ങളൊക്കെ ശുഭായില്ലേ? എന്താ ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിലൊരു ഭാഗ്യം തന്നെയാ. അത് ശരിയാവാണ്ടെന്ന് അറിയിക്കണവരെത്രയാ? പറയണില് തെറ്റുണ്ടോന്ന് എനിക്ക് നിശ്ചയില്ല. എല്ലാം തുറന്നു പറഞ്ഞ പ്രകൃതമാണല്ലോ എനിക്കുള്ളത്. വേണുവിന് കിട്ടിയ കുട്ടിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടോന്ന് എനിക്ക് സംശയം. ഒന്നും മിണ്ടാണ്ടിരിക്കേ. എല്ലാം തുറന്നു പറയാന്നല്ല നിങ്ങളുടെ സ്വഭാവം. എല്ലാം കൊനിഷ്ടാക്കി പറയാന്ന. അയ്യോ, വെറുതെ തോന്നുകയാ ഗോമതിയമ്മേ. അമ്മ ശുദ്ധഭാവാ. അന്ന് ആദ്യമായി നന്ദഗോപാലിന്റെ വീട്ടിൽ പോയപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി. ഇത്തിരി കുസൃതി വിട്ടെന്ന് മാത്രം. ചെറിയ കുട്ടിയല്ലേ അവളെ. എന്നാ ഞങ്ങൾ ഇറങ്ങാ. വേണു, അമ്മു, ദേ ഇവര് ഇറങ്ങാന്ന്. വേണോട്ട് വേണ പൊയ്ക്കോളൂ, ഞാനില്ല. നിന്നെ കാണാനും കൂടി അവരിവിടെ വന്നിരിക്കുന്നേ. അവിടെ ഒരു തടിച്ചുണ്ട്, ഒരു ഇടുമ്പി. ഈ മാല എത്ര പോനാ? ആ ചെയിൻ എവിടുന്ന് വാങ്ങിയതാ? കമ്മലിന്റെ ഡിസൈൻ ആര് തെരഞ്ഞെടുത്താ? കണ്ടോടെ എനിക്കതിനെ. അമ്മു, ഞാൻ നിങ്ങളെന്താ വരാത്തെ? അവര് പോകാൻ നിൽക്കുന്നു. അവള് വരണില്ലെന്ന്. അവര് പൊയ്ക്കോട്ടെ അച്ഛാ. ഒന്നങ്ങട് വരുന്നേ. ഞാനില്ല, ഞാനില്ലെന്ന് പറഞ്ഞില്ലേ?